എൻ്റെ നാട്ടിൽ ജോസേട്ടൻ്റെ കടയുണ്ട്. ആ ജോസേട്ടൻ്റെ കടയിൽ ബേക്കറി അല്ല, ഒരു മെഡിക്കൽ സ്റ്റോറാണെന്ന് തോന്നുന്നു. അവിടെ വന്നിട്ട് രാവിലെ ഒരു ഭിക്ഷക്കാരൻ, രാവിലെ ഒരു 11 മണിയൊക്കെ ഒരു ഭിക്ഷക്കാരൻ അവിടെ വന്നിട്ട് അപ്പോൾ ജോസേട്ടൻ ചോദിച്ചു എന്ത് വേണം 3 ദിവസമായി എന്നിട്ട് കഴിച്ചിട്ട് പൈസ തരാമോ ചോദിച്ചു. ജോസേട്ടൻ പറഞ്ഞ് പൈസ ഇല്ല, അപ്പുറത്തെ നമ്മുടെ സുഹൃത്തിൻ്റെ ഹോട്ടലുണ്ട്, പോയി ഇഷ്ടത്തിന് വയറ് നിറച്ച് ആഹാരം കഴിച്ചു. വേണ്ട, പൈസ മതി അങ്ങനെ പറഞ്ഞ് പൈസ അല്ല, നിങ്ങൾ ആവശ്യത്തിന് പോയി കഴിച്ചു. അദ്ദേഹം പോയി കഴിച്ചു. തിരിച്ച് ജോസേട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരു മുട്ടക്കറിയും 4 പൊറോട്ടയും 2 പാലും വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഇങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഇതേ അവസ്ഥയിൽ തന്നെ വീണ്ടും ഭിക്ഷക്കാരൻ വന്നു. ജോസേട്ടൻ ചോദിച്ചു എന്താ പോയിക്കോ, പോയി കഴിച്ചിട്ട് വന്നു. 2-3-4 ദിവസമായി ഇതുപോലെ സ്ഥിരം ഈ പരിപാടിയാണ്. അപ്പം 4-ാമത്തെ ദിവസം ഈ ഭിക്ഷക്കാരൻ വന്നിട്ട് ജോസേട്ടോ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, പൊറോട്ടയും ബീഫ് ഫ്രൈ ആക്കിയാലോ എന്ന്. അങ്ങനെ ട്രെയിൻ ഏകദേശം യാത്ര ചെയ്ത് സന്ധ്യ ആകാറായെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 3-3:30 4 മണിയൊക്കെ ആകാറായി. അപ്പോൾ ഒരു ആദ്യമായി കല്യാണം കഴിച്ചൊരു പുതുമണവാളനും പുതുമണവാട്ടിയും മുംബൈയിലേക്ക് പോവുകയാണ് കേരളത്തിൽ നിന്ന്. അവനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു അവലക്ഷണം തോന്നി. കാരണം അനിൽ കപൂറിൻ്റെ മുടിയും അമരീഷ് പുരിയുടെ മുഖവും ഉള്ള ഒരു വ്യക്തി. പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരിയാണ്, കാണാൻ നല്ല സുന്ദരിയൊക്കെയാണ്. അമരീഷ് കപൂർ എന്ന് പറയാം. അപ്പം ഭയങ്കര പ്രൊട്ടക്ഷനാണ് ഈ പെണ്ണിന്. ഇവൻ ഭയങ്കര പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് തൊടാനോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നും പറ്റത്തില്ല. അല്ലേലും തൊടാനൊന്നും പറ്റത്തില്ല, നോക്കാനേ പറ്റുള്ളൂ. അല്ല അവൻ ഭയങ്കര പ്രൊട്ടക്ഷനാണ്, നമുക്കൊന്നും തൊടാനൊന്നും പറ്റത്തില്ലെന്ന് രാജേട്ടാ ഇവൻ പറയുക. അവനും അങ്ങനെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളല്ല, നിങ്ങൾ ആ കമ്പാർട്ട്മെന്റിലുള്ളതിന്റെ പേര് മാത്രം കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ഇവരോട് ചോദിച്ചു മീനുകുട്ടി ചായ വേണോ? ഇപ്പോഴും അവസരമുണ്ട്, പിന്നീട് 2 കൊല്ലം കഴിയണം നമ്മൾ തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ നിന്നൊക്കെ ഇന്ന് കഴിക്കാൻ വേണ്ടി നല്ല ഫുഡാണ് ട്രെയിനിൽ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ 2 ചായ വാങ്ങിച്ചാൽ മതി എന്ന് പെണ്ണ് അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക. 2 ചായ വാങ്ങിച്ചു. ഇവൻ 50 രൂപ കൊടുത്തു, 25 രൂപ ആയുള്ളൂ. ബാക്കി 25 രൂപ കൊടുക്കുന്ന സമയം കൊണ്ട് ട്രെയിൻ വിട്ടു പോയപ്പോൾ ഇയാൾ ഈ ചായ പിടിച്ചിട്ട് ഇവൻ ജനലിലേക്കോട് പറഞ്ഞു മിസ്റ്റർ എൻ്റെ ബാക്കി പൈസ തരൂ മിസ്റ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ടും പോയി, ട്രെയിൻ മുന്നോട്ടും പോയി. ഇവന് ഈ 2 ചായയും കളഞ്ഞു. ആ പെണ്ണ് ചോദിച്ചു അയ്യോ എന്തിനാ ചായ കളഞ്ഞത്? നമ്മളെ പറ്റിച്ചവൻ്റെ ഒന്നും നമുക്ക് വേണ്ട.